പക്ഷെ ഇതിൻ്റെയൊക്കെ മുകളിൽ നിൽക്കുന്ന സാധനം എന്താ വെച്ചാൽ ഈ സ്ത്രീ വിരുദ്ധതയാണ്. അതായത് സ്ത്രീകളെ വളരെ വൾഗറായി ഒബ്ജക്റ്റിഫൈ ചെയ്യുന്ന കമൻസ്, അത് അത്ര പച്ചയായി പരസ്യമായി ഇതിനകത്ത് പറഞ്ഞിട്ടും ഇതുവരെയും പോലീസ് അതിനകത്ത് ഒരു നിലപാടും നടപടിയെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് പറയാവുന്നതാണ്, അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയുന്നതിന് ഒരു തെറ്റും ഈ രാജ്യത്ത് ഇല്ല എന്ന രൂപത്തിലുള്ള ഒരു ചിന്തയാണ് കുട്ടികളിൽ ഉണ്ടാക്കുന്നത്. ഒരു ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ സലീം കുമാർ എന്ന് പറയുന്ന സിനിമാ നടൻ മരിച്ചെടുത്ത് കണ്ട അദ്ദേഹത്തിൻ്റെ മകൻ്റെ ആ വിക്ഷോഭം ശരിക്കും കേരളം വലിയ അളവിൽ ചർച്ച ചെയ്യുകയും അതിനുശേഷം പൊതുമീഡിയകൾക്ക് തന്നെ ഒരു അവബോധം ഉണ്ടായി. ഇപ്പോൾ കോഴിക്കോടൊക്കെ പൊതുമീഡിയകൾ പിന്നീട് ഒരു സ്റ്റാൻഡ് കൊണ്ടുവന്ന് വെച്ച് ആ സ്റ്റാൻഡിന് പുറത്ത് മൈക്ക് വെക്കുകയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന ലേബലിൽ തട്ടിക്കൂട്ട് സംഘങ്ങൾക്കും വൃത്തികേടുകൾ മാത്രം പ്രചരിപ്പിക്കുന്ന ആളുകൾക്കുമൊക്കെ ലേബൽ ഒട്ടിച്ച് നൽകുകയും ഒരുപാട് ചെറിയ കുട്ടികൾ മുതൽ എല്ലാവരും ഫോളോ ചെയ്ത് അതാണ് നന്മകൾ, അല്ലെങ്കിൽ അതിൻ്റെ മറവിൽ ഒന്ന് രണ്ട് ചാരിറ്റിയോ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ പരസ്പരം ഗ്രൂപ്പ് തിരിഞ്ഞ് അക്രമങ്ങൾ നടത്തുമ്പോൾ എത്ര വലിയ വൃത്തികെട്ടവരുടെ ഫോളോവേഴ്സായിട്ടാണ് നമ്മുടെയൊക്കെ നാടുകളിലെയും സ്കൂളുകളിലെയും ഒക്കെ കുട്ടികളും ക്യാമ്പസുകളിലൊക്കെ വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ഈ ഒരു പോയ വാരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അമീത് മാഷ് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഈ തൊപ്പിയുടെ ഇന്നത്തെ സാഹചര്യത്തിലും ബാക്കി നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 5-6 മാസം മുൻപ് ബസ് കയറാൻ വേണ്ടിയിട്ട് ഒരു ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പോൾ അവിടെ ഉണ്ട് ചുമരിൻ്റെ മുകളിൽ മറ്റേ ഒന്നിലധികം സ്ഥലത്ത് പിന്നെ ഒരു QR കോഡ് സ്കാൻ ചെയ്യാൻ വേണ്ടി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിൽ തൊപ്പിയുടെ ഫോട്ടോ ഉണ്ട്. അത് എന്താണ്, ആ ഗ്രൂപ്പിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്നവർ ഇത് സ്കാൻ ചെയ്യാന്നുള്ളത്. അപ്പോൾ നമുക്കൊക്കെ ഉണ്ടാകുന്നൊരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, ആ ക്യൂരിയോസിറ്റിയുടെ മുകളിൽ ഞാനതൊന്ന് സ്കാൻ ചെയ്തു. എന്നിട്ട് ജോയിൻ അടിച്ച് ഫസ്റ്റിൽ വരുന്നത് എന്താ വെച്ചാൽ പച്ചത്തെറിയാണ്. അത് നമ്മളൊരു വെൽക്കം ഇത് അതാണ്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്തു, അപ്പം തന്നെ മറ്റേ എക്സിറ്റ് അടിച്ച് എന്ത് ചെയ്തു പോന്നു. അപ്പോൾ ഇത് ലൈക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗത്തെയാണ് ഇത് തീർച്ചയായിട്ടും ഇത് അഡ്രസ്സ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കുക, ആ ഒരു ഇനീഷ്യൽ ഇതിനകത്ത് തന്നെ ഇത്ര ഈ മൃഗീയമായ രീതിയിൽ വൾഗറായ രീതിയിൽ ഉള്ളൊരു വെൽക്കം നടത്തുമ്പോൾ അതിനെ സ്വീകാര്യമാക്കുന്ന ഒരു മനഃശാസ്ത്രം എവിടെയോ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടല്ലോ. ഇതാണ് അതിനകത്ത് ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. ഇപ്പം എനിക്കറിയാം, നമ്മളൊക്കെ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നത് ഒരു ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റോഡൊക്കെ ബ്ലോക്കായി എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മളങ്ങനെ ഒരു കഥാപാത്രത്തെ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നത്. പക്ഷെ പിന്നീട് ഇടക്കാലത്ത് കുറേ വിമർശനങ്ങൾ വന്നപ്പോൾ പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് ഒരിക്കൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ വീഡിയോ ചെയ്തപ്പോഴേ ആ വീഡിയോയിൽ അഷ്റഫ് ഒക്കെ പറയുന്ന കാര്യങ്ങളെ വെച്ചുകൊണ്ട് വളരെ മോശമായിട്ട് ഇതിനോട് ഉള്ള റിയാക്ഷൻ വീഡിയോ ഈ തൊപ്പി ചെയ്തിരുന്നു. എന്നുവെച്ചാൽ വെറുതെ കളിയാക്കല്ല, അത് അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഡിഫെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനൊരു വിശദീകരണം തരാനോ ശ്രമിക്കുന്നല്ല, വളരെ മോശമായിട്ട് അതിനെ ചെയ്യാം. പക്ഷേ ഇതൊന്നും തന്നെ നമ്മുടെ ഒരു പൊതുസമൂഹത്തിലൊരിക്കലും ഇങ്ങനൊരു കഥാപാത്രത്തെ വെറുക്കപ്പെടേണ്ട ഒരു കഥാപാത്രമാക്കി മാറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. പ്രത്യേകിച്ച് ആരുടെ ഉള്ളിൽ ഈ യങ് ജനറേഷൻ്റെ, ശരിക്കും യങ്ങും അല്ല ടീൻ ആണെന്ത് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു കാര്യമായിട്ട് ഇതിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. പക്ഷേ ചെറിയ ചില ഈ അന്വേഷണങ്ങളോ അല്ലെങ്കിൽ പിന്നെ പോലീസ് തലത്തിലോ ഔദ്യോഗിക തലത്തിലോ തനിക്കെതിരെ ഉണ്ടെന്ന് കണ്ടപ്പോൾ ഇവരെന്ത് ചെയ്തു, ഒരു ഫേസ് ഷിഫ്റ്റ് എന്ത് ചെയ്തു നടത്തി, കുറച്ചുകൂടെ ഒരു മോഡറേറ്റ് ഗ്രൂപ്പായിട്ട് മാറി, ഒറ്റയ്ക്ക് എന്നതിന് പകരം ഒരു ഗ്രൂപ്പായിട്ട് പരിണമിക്കുകയും അവരെ ആ രീതിയിലുള്ള ഒരു സൗഹൃദത്തേക്ക് വല്ലാണ്ട് പൊലിപ്പിക്കുന്ന രൂപത്തിലുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ എന്തോ കുറച്ച് ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഇവർക്ക് ഈ നമുക്കറിയാം പല തട്ടിപ്പ് ഗ്രൂപ്പുകളും ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ത് തന്നെയാണ്, എങ്ങനെയാണോ പൊതു മനസ്സിലേക്ക് കൂടെ അല്ലെങ്കിൽ ആ കുഴപ്പമില്ല കുട്ടികൾ അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും അവർ നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ എന്ന രൂപത്തിൽ ഉള്ള ഒരു ചിന്ത കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ സംബന്ധിച്ച് അപ്പോൾ അവർ വീടൊക്കെ എടുത്തിട്ട് ആണ് ചെയ്തത്. നമ്മൾ ഈ കൊറിയൻ ബാൻഡിനെ കുറിച്ച് പറയുമല്ലോ, ആ കൊറിയൻ ബാൻഡിനെ പലപ്പോഴും ഈ ആളുകൾ ഇഷ്ടപ്പെടുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണ്, ഒരു വല്ലാത്ത തരം സൗഹൃദ തലത്തിൽ നിന്നിട്ടാണ് ഇവർ വർക്ക് ചെയ്യുന്നത്.
അല്ലെങ്കിൽ അവരുടെ ഒരു യൂണിറ്റി, ഹാർമണി, ആ ഒരു ഫ്രണ്ട്ലിനെസ്, ഇതൊക്കെ സെലിബ്രേറ്റ് ചെയ്യുകയായിരുന്നു. സമാനമായ രൂപത്തിലുള്ള ഒരു സെലിബ്രേഷൻ അവർ നടത്തി കുറച്ച് കാലം കൂടെ മുന്നോട്ട് പോയി. പക്ഷെ അവർ തെറ്റിയതോടെയാണ് ഇപ്പം നമ്മൾ കാണുന്ന ഇതിൻ്റെ അകത്തളത്ത് എന്താണ് നടന്നിരുന്നത് എന്നുള്ളതൊക്കെ പുറത്തു വരുന്നത്. പക്ഷെ ഇവിടെ എനിക്കെന്താ വെച്ചാൽ നമ്മുടെ ഈ ടീനിൽപ്പെട്ട കുട്ടികളോട്, ചിലവരുടെ പാരൻസിനോട് നമുക്ക് കൃത്യമായിട്ട് പറയാനുള്ളൊരു കാര്യം, ഈ പാരൻസ് ആണെങ്കിൽ ഈ പാരൻസ് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഈ ഘട്ടത്തിൽ പുറത്തു വന്നിട്ടുള്ള ഈ ഗ്രൂപ്പിനെക്കുറിച്ച്, തൊപ്പിയെക്കുറിച്ച്, അവർ അസോസിയേറ്റ് ചെയ്ത് മറ്റംഗങ്ങളെക്കുറിച്ചൊക്കെ വന്നിട്ടുള്ള വളരെ ഭീകരമായിട്ടുള്ള ഈ സത്യങ്ങൾ ഇത് കുട്ടികൾക്ക് തെളിവ് വെച്ച് തന്നെ കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. എന്നിട്ടും മടങ്ങാത്ത കുട്ടികളാണെങ്കിൽ അവരെന്തായാലും ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോകേണ്ട അവസ്ഥ ഉണ്ടാവും എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇവിടെ തൊപ്പി ഞാൻ പറഞ്ഞൊരു പ്രതീകമാണ്. അതായത് ഒരു ചീഞ്ഞളിയുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് നമ്മൾ ഈ തൊപ്പി നമുക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം ഇങ്ങനെയുള്ള ആളുകളെ അനുകരിക്കുന്ന കുട്ടികൾക്ക് സംഭവിക്കാൻ പോകുന്ന അപകടങ്ങൾ ഞാൻ അന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഓർമ്മ എന്നുവെച്ചാൽ, നമ്മുടെ സ്കൂളിലേക്ക് 5ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വന്നൊരു കുട്ടി. അപ്പോൾ ആ കുട്ടിയെക്കുറിച്ച് ഈ പിതാവ് പറഞ്ഞ പരാതി എന്താ വെച്ചാൽ, അവൻ എന്ത് ചെയ്യില്ല, സ്കൂളിൽ പോലെ പലപ്പോഴും, എന്നിട്ട് മീൻ പിടിക്കാൻ പോകും. അവനും കുറച്ച് കൂട്ടുകാരുണ്ട്. അവരെന്താ ചെയ്യുക, മീൻ പിടിക്കാൻ മാത്രമല്ല ഈ പോണ പോക്കും മീൻ പിടിക്കണമൊക്കെ അവരെന്ത് ചെയ്യും, വീഡിയോ എടുക്കും. എന്നിട്ട് 5ാം ക്ലാസ് മനസ്സിലാക്കണം. എന്നിട്ട് ഇവരിത് വീഡിയോ ആക്കിയിട്ട് എന്ത് ചെയ്യുക, പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാനിവനെ വിളിച്ച് സംസാരിച്ച സമയത്ത് ഇവൻ എന്നോട് പറഞ്ഞു, സാറ് തൊപ്പിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനെന്താന്ന് വെച്ചു, തൊപ്പി പഠിച്ചിട്ടൊന്നുമില്ല, സുന്ദരമായിട്ട് ലക്ഷങ്ങൾ അവന് ഉണ്ടാക്കുന്നുണ്ട്. അതിന് ആകെ വേണ്ട നല്ല ക്യാമറയും ഒരു ക്യാമറാമാനും കുറച്ച് എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെയൊക്കെ ഇതുള്ളൂ. അപ്പോൾ ആ കുട്ടിയുടെ അത്ര 10 വയസ്സായ ഒരു കുട്ടിയുടെ ഉള്ളിലുണ്ടാക്കിയെടുത്ത ഒരു ജീവിത ചിന്ത എത്രമാത്രം വികൃതവും അപകടകരവുമാണെന്നുള്ളതാണ്. അതായത് അവനെ പഠിത്തത്തിൽ നിന്ന് വരെ ഡിസ്ട്രാക്റ്റ് ചെയ്യുകയും ഇത്തരത്തിലൊക്കെ ജീവിക്കാമെന്നുള്ള വികലമായിട്ടുള്ള ഒരു തത്വശാസ്ത്രമാണ് പഠിപ്പിക്കുന്നത്. ഞാൻ പറയുമ്പോൾ MDMA ഒക്കെ ഈ ഉപയോഗിപ്പിക്കുന്നതിനേക്കാൾ അപകടകരമാണത്. കാരണം അത് ആ ഉപയോഗിക്കുന്നവർ മാത്രമാണ് നശിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു ജനറേഷൻ്റെ ആറ്റിറ്റ്യൂഡിനെ, അതിൻ്റെ ലൈഫ് ഫിലോസഫിയെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്റ്റോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഡൈവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു അപകടകരമായിട്ടുള്ള അല്ലെങ്കിൽ പ്രതിലോമകരമായിട്ടുള്ള ഒട്ടും പ്രൊഡക്റ്റീവ് അല്ലാത്തൊരു ജീവിത ചിന്തയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. രണ്ടെന്താ വെച്ചാൽ അതൊരു ജനറേഷൻ നശിപ്പിക്കും. പിന്നെ വെച്ചാൽ ഈ ചില വീഡിയോസിലൊക്കെ ചില ലഹരിയൊക്കെ കാണിച്ചു കൊടുത്തുകൊണ്ട് കഞ്ചാവ് കാര്യങ്ങൾ ഓക്കെ, അതായത് അത് പോസിറ്റീവാണെന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ, പക്ഷേ എന്താണ് ഒരർത്ഥത്തിലുള്ളൊരു പ്രചരണം അല്ലെങ്കിൽ ഒരു പ്രലോഭനത്തിലേക്ക് കൊണ്ടുപോകുന്നു. നോർമലൈസ് ചെയ്യാനുള്ള ശ്രമമാണ്. അതിനെ തമാശയായിട്ടും കളിയാക്കിയിട്ടൊക്കെ പറയുന്നത്. അതിൻ്റെ ഗൗരവത്തിലേക്കല്ല അവരെ കൊണ്ടുപോകുന്ന, പകരം ഇതിനെ മിനിമം ലെവലിലുള്ളതിൻ്റെ അപകടങ്ങൾ ഉള്ളൂ എന്ന രീതിയിൽ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കാൻ ചെയ്തിട്ട്. പക്ഷെ ഇതിൻ്റെയൊക്കെ മുകളിൽ നിൽക്കുന്ന സ്ഥാനം എന്താ വെച്ചാൽ ഈ സ്ത്രീവിരുദ്ധതയാണ്. അതായത് സ്ത്രീകളെ വളരെ വൾഗറായി ഒബ്ജക്റ്റിഫൈ ചെയ്യുന്ന കമൻസ്, അത് അത്ര പച്ചയായി പരസ്യമായി ഇതിനകത്ത് പറഞ്ഞിട്ടും ഇതുവരെയും പോലീസ് അതിനകത്ത് ഒരു നിലപാടും നടപടിയെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് പറയാവുന്നതാണ്, അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയുന്നതിനൊരു തെറ്റും ഈ രാജ്യത്ത് ഇല്ല എന്ന രൂപത്തിലുള്ള ഒരു ചിന്തയാണ് കുട്ടികളിൽ ഉണ്ടാക്കുന്നത്. കാരണം നമുക്കറിയാം ടീനേജിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അവർ ലോജിക്കലായിട്ടോ റീസണബിളായിട്ടോ സയൻറ്റിഫിക്കായിട്ടോ ഒന്നും ചിന്തിക്കുന്നവരല്ല, വളരെ വൈകാരികമാണ്. അവർക്ക് അങ്ങനത്തെ ഒരു ഫിൽട്ടർ സിസ്റ്റം ഇല്ല. അതുകൊണ്ട് തന്നെ ഇവരിത് കേൾക്കുന്ന കാര്യം അതുപോലെ തന്നെ മനസ്സിലാക്കുകയും ഇവൻ പണമുണ്ടാക്കാൻ ഇത്തരത്തിൽ എന്ത് മോശമായിട്ടുള്ള മാർഗവും സ്വീകരിക്കാം എന്നതിലേക്കാണ് അവരെ കൊണ്ടുപോകുന്നത്. പിന്നെ ഒരു തരം ആരോഗൻസ് അല്ലേ, ആരെയൊക്കെ വേണേ കണ്ടാൽ മൈൽ നീറ്റ് വയ്ക്കും. അപ്പോൾ ഒരു സാധാരണ വേണ്ടൊരു മിനിമം ഒരു പ്രതിപക്ഷ ബഹുമാനം എന്നൊക്കെ പറയില്ലേ, അതുപോലും ഇല്ലാത്ത രൂപത്തിൽ അതിനെയും ആഘോഷിക്കുക. അപ്പോൾ അതിനെ എന്താണ് ഒരു വലിയ ക്വാളിറ്റി ആയിട്ടാണ് ഇന്ന്. ഇതാലോചിച്ച് നോക്കും, ഇത് കുട്ടികൾക്കിടയിൽ പടർന്നു പിടിച്ചാലുണ്ടാകാവുന്ന ഒരു അപകടം ആലോചിച്ച് നോക്കും. പിന്നെ നമുക്കറിയാം ഈ ഗുണ്ടാ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. ഈ ഗുണ്ടാ ഗ്രൂപ്പുകളുടെ ഒരു ആകർഷണം എന്താ,
അവർ കൊലപാതകം നടത്തുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ ആക്രമിക്കുക, കള്ളു കുടിക്കുന്ന, ഇതൊക്കെ ചെയ്യുന്ന ഗ്രൂപ്പുകൾക്കും ഒരു ആരാധകരുണ്ട്. അത്തരം സിനിമകൾക്ക് ഒരുപാട് ഫാനുണ്ട്. അത്തരം ഹീറോസിന് ഭയങ്കരമായിട്ടുള്ള വർഷിപ്പുണ്ട്. അപ്പോൾ നെഗറ്റീവായിട്ടൊരു ഫിലോസഫിയെ അക്സെപ്റ്റൻസ് നൽകുന്ന ഏത് കാര്യങ്ങളും അത് അവിടെ നമുക്കൊരു ഗ്ലോറി ആയിട്ടോ തമാശയായിട്ടൊക്കെ തോന്നാം. പക്ഷേ സമൂഹത്തിൽ അതുണ്ടാക്കുന്ന വളരെ ഡീപ്പറായിട്ടുള്ള വുണ്ടുകൾ അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ഇത് കാണാതെ പോവുകയാണ് പലപ്പോഴും ഭരണകൂടങ്ങൾ വരെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഒരു കുട്ടികൾക്ക് കിട്ടേണ്ട ഒരു നോർമലായ ഡെവലപ്മെൻറ്റിന് വേണ്ട ഒരു എൻവയോൺമെൻറ്റ്, ഒരു പരിസരം ഇതിനെ മലിനമാക്കുന്നു എന്നുള്ളത് ചെറിയൊരു തെറ്റല്ല. അതുകൊണ്ട് തന്നെ പോലീസ് ഈ കൃത്യമായ നടപടിയിലേക്ക് പോയേ മതിയാവും. കാരണം ഈ അഡോളസൻസിൻ്റെ ഒരു ബ്രെയിൻ എന്ന് പറയുന്നത് അതിന് ഒരു ഇമോഷണൽ ആയിട്ടുള്ള റിയാക്ടിവിറ്റി ഉള്ളത്. ആ റിയാക്ടിവിറ്റിക്ക് അനുഗുണമായ രൂപത്തിലുള്ള ഒരു എൻവയോൺമെൻറ്റാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് വീണു പോകും, അതിൻ്റെ ഇരകളായിത്തീരും. കുടുംബങ്ങളിലൊക്കെ തന്നെ അതുണ്ടാക്കാവുന്ന അതിഭീകരമായിട്ടുള്ള ഒരുപാട് സ്ട്രെസ്സുകളുണ്ട്, സമൂഹത്തിലുണ്ടാക്കാവുന്ന പല അപകടങ്ങളുണ്ട്. ഇതിനെ കാണാതെ പോയിക്കൂടാ എന്നുള്ളതാണ്. ഒരു ടോക്സിക് ആയിട്ടൊരു മാസ്കുലിനിറ്റി ഇതിനെ പെൺകുട്ടികളും ചെയ്യുന്നുണ്ട്, എന്നിട്ട് അതിനെ ആരാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അവരതിൻ്റെ അപകടത്തെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ചെറുക്കം തന്നെ പെൺകുട്ടികളും നിരന്തരം തൊപ്പിയെ അപ്രോച്ച് ചെയ്യുന്നത് കാണാൻ അതാണ്. അപ്പോൾ ഈ നമ്മളീ പറയുന്ന വോക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടല്ലോ, ഈ വോക്ക് ഇൻഫ്ലുവൻസിൻ്റെ ഒരു നെഗറ്റീവായിട്ടൊരു ആസ്പെക്റ്റിനെ വളരെ വ്യാപകമായി സ്പ്രെഡ് ചെയ്യാൻ ശ്രമിച്ച ഒരാളാണ് തൊപ്പി നമ്മുടെ നാട്ടിൽ. ഇതിപ്പോൾ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ നേരത്തെ ഇപ്പം വെച്ചാൽ ഈ എന്താണ് റൺബീർ അലഹബാദി, അതുപോലെ വേറൊരു കക്ഷി ഉണ്ടായിരുന്നു പ്രണീത് മോറെ ഒക്കെ, അങ്ങനെ ചില ആളുകൾ ഇവരൊക്കെ തന്നെ ചില സമാനമായ സാധനങ്ങൾ. ഇതിപ്പോൾ ഈവൻ പോക്സോ കേസ് എടുക്കേണ്ട കാര്യങ്ങൾ ഇവരെന്ത് ചെയ്യുക, ന്യായീകരിച്ച് സംസാരിക്കുക, ഒരു തമാശയാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പോഡ്കാസ്റ്റിനൊക്കെ ഇരുന്നിട്ട് എന്ത് ചെയ്യുക. പക്ഷേ ഇതൊക്കെ ചെയ്യുന്ന പണി എന്താണ്? സമൂഹത്തിൻ്റെ തോട്ട് പ്രോസസ്സിനെ സ്വാധീനിക്കുകയും അതിലൂടെ എല്ലാ വൾഗാരിറ്റിയെയും എല്ലാ ക്രിമിനാലിറ്റിയെയും എല്ലാ വയലൻസിനെയും അക്കമഡേറ്റ് ചെയ്യുന്ന, നോർമലൈസ് ചെയ്യുന്ന ഒരു സാമൂഹ്യ സൃഷ്ടിക്കുള്ള അനുഗുണമായിട്ടുള്ള ഒരു പശ്ചാത്തലം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ മനസ്സിലായി ഇവിടെ പോലീസ് നിർബന്ധമായി ഇടപെടണം. ഇതിനകത്തുള്ള സകല ഈ കാര്യങ്ങളും അവർ അന്വേഷണ വിധേയമാക്കുകയും അത് ചിലപ്പോൾ ഒന്നിൽ നിൽക്കില്ല. ഇപ്പോൾ തൂഫാൻ മറ്റേ ലഹരിക്കെതിരെ നടത്തുന്നത് പോലെ തന്നെ ഇത്തരത്തിലുള്ള ചിന്തകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസുകൾ ടീനുകളിൽ ഉണ്ടാക്കുന്നത് തടഞ്ഞേ മതിയാവും. കാരണം ഒരു 10 വർഷത്തിന് ശേഷം നമ്മുടെ കേരളത്തിൽ സ്വാധീനിക്കേണ്ട, ഭരിക്കേണ്ട, ഇതിനെ കൊണ്ടു നടക്കേണ്ട ഒരു തലമുറയ്ക്കിടയിലാണ് ഈ വിഷം ഇത്രമാത്രം വ്യാപകമായിട്ട് പരത്താൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് അത് ഏറ്റവും നല്ല നടപടിയാണ്. അത് നല്ല രീതിയിൽ ഏറ്റെടുക്കട്ടെ എന്നാണ് പറയാനുള്ളത്. യഥാർത്ഥത്തിൽ ഇത് ഏത് കാലഘട്ടങ്ങളിലും, ഇപ്പോൾ 90കളിലാണെങ്കിലും 2000-ലൊക്കെ ആണെങ്കിലും എല്ലാ നാടുകളിലും വളരെ വൃത്തികേട് പറയുന്ന ആളുകൾ ചില ഏരിയകളിലൊക്കെ ഉണ്ടാവും. പക്ഷേ ആ ഏരിയകളിലൊന്നും അങ്ങോട്ട് കുട്ടികളെയോ മറ്റു ആരും അവർക്ക് കമ്പനി കൊടുക്കില്ല. കാരണം അവർ വൃത്തികെട്ടവെന്നുള്ള പൊതുബോധം ഉണ്ടായ സ്ഥിതിക്ക് ആ നാട്ടുകാരെ ബാക്കി എല്ലാവരും അകറ്റി നിർത്തും. പക്ഷേ ഇവിടെ അങ്ങനെ വൃത്തികേട് ഉണ്ടായിട്ട് പോലും പിന്നെയും കുട്ടികൾ അതിനേറ്റ് മുന്നോട്ട് പോയി. രക്ഷിതാക്കൾ കണ്ടാൽ പോലും അത് സോഷ്യൽ മീഡിയ അല്ലെന്ന് വിചാരിച്ചിട്ട് അത് മൈൻഡ് ചെയ്യാത്തൊരവസ്ഥ. അതുപോലെ തന്നെ ഈ തൊപ്പി അനുകരിച്ച് എനിക്ക് തോന്നുന്നു 10 20 ഒക്കെ അതുപോലത്തെ ഗ്യാങ്ങുകളിന് സ്ഥിരമായിട്ട് ഇതിൻ്റെ കോപ്പി അടിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. ഈ ഡോക്ടർ റാഫിക്ക് നമ്മുടെ കൂടെ ഉണ്ട്. റാഫിക്ക് ഇപ്പോൾ NSSൻ്റെ പ്രോഗ്രാം ഓഫീസറാണെങ്കിലും കോളേജിൽ ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കണമെന്നാണെങ്കിലും ഇതിൻ്റെ ഒരു ട്രെൻഡ് പല സമയങ്ങളിൽ മനസ്സിലാക്കിയ ഒരാളാണ്. എന്താണ് ഇപ്പോൾ തൊപ്പി മാത്രമല്ല, ഇത് ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് തൊപ്പിക്കെതിരെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും മാളത്തിൽ ഒളിക്കൊന്നുമില്ല. ഇത് രാത്രിയായി കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്ന ഒരു അനേകായിരം ചെറുപ്പക്കാർ ലൈവിലുണ്ട്. ഇതിനായിട്ട് എന്താണ് സൂചിപ്പിക്കാനുള്ളത്? ഇവിടെ സൂചിപ്പിച്ച ഈ തൊപ്പി എന്ന് പറയുന്ന ഈ ഗ്യാങ്ങുമായി ബന്ധപ്പെട്ട് തന്നെ ഇപ്പോൾ നേരത്തെ അമീത് മാഷ് പറഞ്ഞ പോലെ നമ്മളിത് ഫസ്റ്റ് കേരളം തന്നെ പൊതുവെ ശ്രദ്ധിക്കുന്നത് വളാഞ്ചേരിക്കടുത്തുള്ളൊരു ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ്. അന്ന് ആളുകളത് വലിയ അളവിൽ ശ്രദ്ധിക്കാനുള്ള കാരണം ബ്ലോക്കും ഇതിനൊക്കെ അപ്പുറത്ത് അവിടെ വന്ന കുറേ വീഡിയോസുകൾ ഉണ്ടായിരുന്നു. വളരെ ചെറിയ പ്രായത്തിലുള്ള 7ാം ക്ലാസ് 5ാം ക്ലാസ് മുതൽ ഒരു 7ാം ക്ലാസ് വരെയുള്ള UP സ്കൂളിലെ കുട്ടികളാണ്. സാധാരണഗതിയിൽ ഹൈസ്കൂളിലൊക്കെ എത്തുമ്പോഴാണ് പൊതുവെ ഗവൺമെൻറ് സ്കൂളുകളിൽ നിന്നാണെങ്കിലും സ്കൂൾ കട്ട് ചെയ്ത് പോകുന്നൊരു രീതി ഉണ്ടാവാറുള്ളത്. ഇത് വളരെ ചെറിയ കുട്ടികൾ അവർ അവിടെ വരികയും വലിയ ആവേശത്തോടെ കുറേ സമയം കാത്തു നിൽക്കുക. അവരോട് ഈ TV ചാനലുകാർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇദ്ദേഹത്തെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്തെന്ന്. അപ്പോഴാണ് വളരെ തമാശാപൂർവ്വം ഒരു കുട്ടിയിൽ പറയുന്നത് അവൻ്റെ തെറിയാണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം. അതാണ് കേരളം ശ്രദ്ധിച്ച ഏറ്റവും വലിയ കമൻറ്റ് തോന്നുന്നത്.
അതിന് ശേഷമാണ് ഇയാൾ കുറച്ചും കൂടി പെണ്ണുങ്ങൾക്ക് എതിരാണെന്ന് അതെ അതെ ആ പ്രായത്തിന് അങ്ങനെയാണല്ലോ. അതെ അതെ അതെ, ആ പ്രായത്തിൻ്റെതായ ഒരു എന്താ പറയുക ഇന്നസെൻസോടുകൂടി ആ കുട്ടി പറയുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം കേരളം അല്ലെങ്കിൽ പൊതുവെ ഒരു ധാർമ്മികതയെക്കുറിച്ച് ആലോചിക്കുന്നവരും കേരളത്തിലെ പൊതുസമൂഹമൊക്കെ ഇയാളെ ശ്രദ്ധിച്ചു വരുന്നുണ്ട്. അവിടെയാണ് ഇയാളുടെ ഒരു പിന്നീട് ഇതിനെ വിറ്റ് ഈ തെറി പറയുന്നതിനെയും അതുപയോഗിച്ച് സത്യത്തിൽ ഇയാളൊരു ഗെയിമറായിട്ടാണ് ഇയാളെ സ്വയം പരിചയപ്പെടുത്തുന്നത്. അതിൻ്റെ ഒരു വലിയ ലോകത്തേക്ക് പൊതുവെ നമ്മളൊക്കെ കടന്നു ചെല്ലുന്നതിനേക്കാൾ അപ്പുറം ഈ പ്രായത്തിലുള്ള കുട്ടികൾ ഈ ഗെയിമിങ്ങിൻ്റെയും ഓൺലൈൻ ഗെയിമിൻ്റെയും ഓൺലൈൻ ചൂതാട്ടത്തിൻ്റെയും ഒക്കെ ഒരു വലിയ തലത്തിലേക്ക് കുട്ടികളെ ഈ ഇത്തരം ഗ്യാങ്ങുകൾ ആകർഷിക്കുന്നുണ്ടെന്നുള്ളതാണ് ഒരു വിഷയം. മറ്റൊന്ന് പിന്നെ ഈ ഗ്യാങ് വൽക്കരണം എന്നുള്ളത്. ഈ കുട്ടികളുടെ ഈ പ്രായത്തിൽ സ്വാഭാവികമായി കമ്പനി ആവുക, ഒരു ബോണ്ട് ഉണ്ടാവുക, ആളുകൾ പരസ്പരം ഭയങ്കരമായൊരു എല്ലാവരും വളരെ ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ പൊതുവെ മുമ്പ് കാലത്തുള്ളത് പോലെ നമ്മളുടെ ചുറ്റുഭാഗത്തുള്ള കുട്ടികളുമായുള്ള ഒരു സ്നേഹബന്ധമോ ഒരു പരസ്പരമുള്ള ഒരു കാഴ്ചപ്പാടുകളോ ഒരു ഐക്യമോ ഒരു റിലേഷൻസോ ഒന്നും ഇല്ലാത്ത കാലത്ത് കുട്ടികളൊക്കെ അവരുടെ ഡിജിറ്റൽ വേൾഡിലേക്ക് ഒതുങ്ങിയിരിക്കുക, വിർച്വൽ വേൾഡിലുള്ളത്. അങ്ങനെ റൂമിലിരിക്കുന്ന ഈ കുട്ടികൾക്ക് നൽകുന്ന വലിയ ഒരു ടീം ബിൽഡിങ്ങും ഒരു ഗ്യാങ് അവർ തമ്മിലുള്ള ഇത്തരം ഒരുപാട് ആളുകളുള്ള ഒരു ലോകത്തെ ഒരു അംഗമാണ് എന്ന് തോന്നിപ്പിക്കുകയും ചെയ്യുന്ന ഒരു തരം പിന്നെ എന്താ പറയുക മെസ്സേജുകളും നിരന്തരം കുട്ടികളെ ഇവനുമായി കണക്ട് ചെയ്യുന്ന സംഗതികളാണ് ഇയാളുടെ ഈ രാത്രി നടക്കുന്ന, പ്രത്യേകിച്ച് രാത്രിയാണിത് അധിക സമയത്തും ഇതിൻ്റെ വലിയ സ്ട്രീമിങ് നടക്കുന്നത്. ഇതിനകത്ത് മണിക്കൂറുകൾ ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ സ്ട്രീമിങ്ങിലൂടെയും ഇത്തരത്തിൽ നമുക്ക് സാധാരണഗതിയിൽ നമ്മളുടെ ഒരു മുതിർന്ന ആളുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചിരി വരുന്ന എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് പിടുത്തം കിട്ടാത്തൊരു ലോകം എന്ന് വിചാരിക്കുന്നതിലൂടെ ഇവർ ലക്ഷക്കണക്കിന് രൂപയാണ് ഈ സ്ട്രീമിങ്ങിലൂടെ സമ്പാദിക്കുന്നത്. അത് നൽകുന്നത് നമ്മളുടെ ഓരോ ഡിവൈസുകൾ ഉപയോഗിക്കുന്ന ആളുകളാണ്. അവരെ വെച്ചുകൊണ്ടാണ് ഈ പണം സമ്പാദിക്കുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം നമ്മളുടെ ഒക്കെ വീടുകളിലുള്ള കുട്ടികൾ ഈ തരത്തിൽ ഇത്തരം ഒരു വിർച്വൽ വേൾഡിൻ്റെ നമ്മളൊന്നും വിചാരിക്കാത്തൊരു പാരലൽ അധോലോകത്തിൻ്റെ അടിമകളായി മാറും നമ്മളറിയാതെ, വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ എന്നുള്ളതാണ് മറ്റൊന്ന്. ഇത് എക്സ്പോസ് ചെയ്യപ്പെടുമ്പോൾ നമ്മളുടെ സമൂഹം മനസ്സിലാക്കിക്കൊണ്ടിരിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ മുമ്പ് കാലത്തൊക്കെ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞാൽ ആരായിരുന്നു പഴയ അല്ലെങ്കിൽ കുറച്ച് മുമ്പുള്ള കാലം വരെ? അധ്യാപകർ ഇൻഫ്ലുവൻസേഴ്സാണ്, മതരംഗത്തുള്ള പണ്ഡിതന്മാരും മറ്റു ഇൻഫ്ലുവൻസേഴ്സാണ്, സമൂഹത്തിൽ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ആളുകൾ ഇൻഫ്ലുവൻസേഴ്സാണ്. ഈ ഒരു ഡിജിറ്റൽ യുഗത്തിലേക്ക് 2010 ശേഷം നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ അതിനൊക്കെ ഒരു 10 കൊല്ലത്തിൻ്റെ ഇടയിൽ നമ്മൾ കാണുന്നത് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സാണ്. മറ്റെല്ലാ സാമൂഹ്യ തലത്തിൽ സ്വാധീനം ചെലുത്താവുന്ന ആളുകൾക്കും ഒരുപാട് രാജ്യം നിശ്ചയിക്കുന്ന, സമൂഹം നിശ്ചയിച്ചിട്ടുള്ള, നമ്മളുടെ ഒരു സാഹചര്യങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. ഒരു അധ്യാപകൻ മാതൃകാധ്യാപകനാവണം എങ്ങനെ, അതേപോലെ തന്നെ ഒരു രാഷ്ട്രീയക്കാരൻ നല്ല രാഷ്ട്രീയക്കാരൻ, ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ നല്ല ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാവേണ്ട എങ്ങനെ, ഒരു സമൂഹത്തിൽ ഇടപെടുന്നയാൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്. എന്നാൽ ഇത്തരം യാതൊരു മാനദണ്ഡങ്ങളുമില്ലാത്ത ആകെയുള്ളൊരു മാനദണ്ഡം കയ്യിൽ ഒരു ക്യാമറ ഉണ്ടാവുക, ഒരു മൈക്ക് ഉണ്ടാവുക എന്നുള്ളത് മാത്രമായ ഒരു ഇൻഫ്ലുവൻസേഴ്സാണ് ഇന്ന് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു തൊപ്പി മാത്രമല്ല, പൊതുവിൽ എല്ലാവരുടെയും സ്വകാര്യ ജീവിതത്തെ പകർത്തി പരസ്യമാക്കുക, അത് വിറ്റഴിച്ച് കാശുണ്ടാക്കുക, ആളുകൾ ഒരു സ്വകാര്യതയോടുകൂടി പാലിക്കേണ്ട കാര്യങ്ങളെയൊക്കെ പുറത്തിട്ട് അതിനെയെല്ലാം എങ്ങനെ പണമാക്കി മാറ്റാം, അല്ലെങ്കിൽ എങ്ങനെ ആളുകൾക്കിടയിൽ വൈറലായി കൊണ്ടുവരാം എന്നുള്ളത് മാത്രം ആലോചിക്കുന്നു. അതിനുവേണ്ടി ക്യാമറ സൂം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ സലീം കുമാർ എന്ന് പറയുന്ന സിനിമാ നടൻ മരിച്ചെടുത്ത് കണ്ട അദ്ദേഹത്തിൻ്റെ മകൻ്റെ ആ വിക്ഷോഭം ശരിക്കും കേരളം വലിയ അളവിൽ ചർച്ച ചെയ്യുകയും അതിനുശേഷം പൊതുമീഡിയകൾക്ക് തന്നെ ഒരു അവബോധം ഉണ്ടായി. ഇപ്പോൾ കോഴിക്കോടൊക്കെ പൊതുമീഡിയകൾ പിന്നീട് ഒരു സ്റ്റാൻഡ് കൊണ്ടുവന്ന് വെച്ച് ആ സ്റ്റാൻഡിന് പുറത്ത് മൈക്ക് വെക്കുകയും രാഷ്ട്രീയക്കാർ പിന്നെ അവരുടെ കമൻറ്റ് പറയുന്നുണ്ടോ, ബൈറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് കൊടുക്കട്ടെ എന്ന് തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ള ഒരു മാറ്റത്തിന് വരെ കാരണമായത്. എന്നാൽ അതേ സമയത്ത് ഇവർക്കോ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് സോഷ്യൽ മീഡിയയുടെ ഈ മൈക്കും ഈ ക്യാമറയും എടുത്ത് നടക്കുന്ന ആളുകൾക്ക് യാതൊരു നിയന്ത്രണവുമില്ലാത്ത, അവരിപ്പോഴും കണ്ടൻറ്റ് തിരഞ്ഞ് നടക്കുന്ന അത്തരം ആളുകളെ
നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളാണ് ഇതിൽ വരേണ്ട അങ്ങ് പറഞ്ഞ കാര്യത്തിൻ്റെ മറ്റൊരു വശം എന്ന് പറയേണ്ടത്. അതിവിടെയും ഗവൺമെൻറ് ഇതിനൊക്കെ ഒരു എഡിറ്റിംഗ് പോളിസിയോ അല്ലെങ്കിൽ ആരിത് ചെയ്യണം എന്നുള്ളതോ സ്ട്രീമിങ്ങിന് എന്ത് ലൈസൻസ് എന്നുള്ളത് നമ്മൾ വളരെ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത്തരം മോണിറ്ററിങ് സിസ്റ്റമാണ്. ലൈസൻസ് ഇല്ലാതെ UAE ലൈസൻസ് ഇല്ലാതെ വ്ളോഗിങ് നടത്താൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ട്. അത് ഇന്ത്യക്കാരുടെ കൂടി ഒരു കടന്നുകയറ്റം കൊണ്ട് ഉണ്ടായി വന്നിട്ടുള്ള പുതിയൊരു നിയമമാണ്. അവിടെ വന്ന് എല്ലാ ഒഫീഷ്യൽ സംവിധാനങ്ങളും ഈ രാജ്യത്തിൻ്റെ രഹസ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ മുമ്പ് കാലത്തുള്ള ആളുകളൊക്കെ അവിടെ ഡ്രൈവിങ്ങും മറ്റൊക്കെ വളരെ കെയറായി കൊണ്ട് നടന്നിരുന്നെങ്കിൽ അവിടുത്തെ നിയമങ്ങൾ പേടിയുണ്ടായിരുന്നു. പുതിയ തലമുറ വന്നപ്പോൾ അവർക്ക് ഈ പേടില്ല. അപ്പോൾ പുതിയ ഇത്തരം ലൈസൻസ് ഉള്ള ആളുകളെ വ്ളോഗ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള പുതിയ തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തും അടിയന്തരമായി, പ്രത്യേകിച്ചും കേരളമാണ് ഏറ്റവും കൂടുതൽ ഇതെന്ന് തോന്നുന്നത്, കേരളത്തിൽ അടിയന്തരമായി ഇത്തരം ലൈസൻസി സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും ഇതിനൊരു ഉത്തരവാദിത്വമുണ്ട്, ഞാൻ ആരോടെങ്കിലുമൊക്കെ മറുപടി പറയേണ്ടതെന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കുകയും ചെയ്യണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം പറയുള്ളത്. ഒരു കാര്യം കൂടി എന്നോട് സൂചിപ്പിക്കാനുള്ളത് പിന്നെ കുട്ടികളാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്തുകൊണ്ട് മനസ്സിലാക്കുകയും, ഇപ്പോൾ നമ്മൾ ഓരോ കാര്യത്തിലും ഇപ്പോൾ ഫുട്ബോളിൻ്റെ ഒരു കാര്യം നടക്കുന്ന ഒരുപാട്, ഇപ്പോൾ മെസ്സി, നെയ്മർ, വിനീഷ്യസ് ജൂനിയർ, ഇങ്ങനെയൊക്കെ ഒരുപാട് താരങ്ങൾ, അവരെ ആളുകൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അവരുടെ ആ കളി മികവ് കൊണ്ടാണ്. അവരുടെ രൂപം കൊണ്ടോ ഭാവം കൊണ്ടോ അവരുടെ സ്വകാര്യ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ ആലോചിച്ചിട്ടൊന്നുമല്ല ഒരു ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഒരാളെ സ്നേഹിക്കും. ജീവിതം എന്നത് നമ്മൾ ആ ജീവിതത്തിന് റോൾ മോഡലായി കാണേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെയാണ്. അത് ആധുനിക കാലത്തൊരു പഴഞ്ചനായി മാറുന്ന സാഹചര്യമോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ കുട്ടികളായ ആളുകളാണെങ്കിൽ പോലും നമ്മൾ ഓരോരുത്തരും പ്രവാചകനെ വായിക്കാനും പ്രവാചകൻ്റെ ജീവിതത്തെ കൂടുതൽ അടുത്തറിയാനും എങ്ങനെയാണ് ഗൗരവതരമായി നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത് എന്നൊരു ബോധത്തിലേക്ക് മടങ്ങാനും തയ്യാറായി കഴിഞ്ഞാൽ വലിയ ഗുണങ്ങളാണ് ഇത്തരം ചർച്ചകളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാവുന്നത് എന്ന ഒരു തലം കൂടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം.